ബി.ജെ.പി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടന്ന തുടർച്ചയായ ദുരന്തങ്ങളെ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് RSS പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ബി.ജെ.പിക്കുള്ളിൽ നിലനിൽക്കുന്നത് കേവലം ഗ്രൂപ്പ് വഴക്കുകളല്ല, മറിച്ച് കൂട്ട ആത്മഹത്യ നടക്കുന്ന അവസ്ഥയാണെന്നും ഇത് അതീവ ഗൗരവമുള്ള വിഷയമാണെന്നും മുരളീധരൻ തുറന്നടിച്ചു. സംഘടനയ്ക്ക് വേണ്ടി വർഷങ്ങളോളം പ്രവർത്തിച്ച പ്രവർത്തകർക്ക് സീറ്റ് നിഷേധിക്കുകയും അവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിന് ഇരയാവുകയും ചെയ്യുന്നതിനെയാണ് മുരളീധരൻ പ്രധാനമായും വിമർശിച്ചത്. ബി.ജെ.പിയിൽ കൂട്ട ആത്മഹത്യ നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല, ഇത് ഗൗരവമുള്ള വിഷയമാണ് അദ്ദേഹം പറഞ്ഞു. ബി.ജെ.പിയും RSSനെയും ഒരു വികാരമായി കണ്ട പ്രവർത്തകരെയാണ് ഇപ്പോൾ നേതൃത്വം ദയയില്ലാതെ പറഞ്ഞുവിടുന്നത്. ഈ വികാരപരമായ തകർച്ചയാണ് പ്രവർത്തകരെ കടുംകൈകളിലേക്ക് നയിക്കുന്നത്. പാർട്ടിയുടെ വഴിപിഴച്ച പോക്കിൽ പ്രവർത്തകർക്ക് ദുഃഖമുണ്ട് എന്നും ഇത് നേതൃത്വത്തിന്റെ കഴിവുകേടാണെന്നും മുരളീധരൻ ശക്തമായി ആരോപിച്ചു. പഴയ ബി.ജെ.പിയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞുവെന്ന് മുരളീധരൻ ചൂണ്ടിക്കാട്ടി. മുമ്പ് എന്ത് പരാതി പറയാനും അവർക്ക് ആൾക്കാരുണ്ടായിരുന്നു, ഇന്ന് അവരും നിശബ്ദരാണ്. അതായത് RSSന്റെയും ബി.ജെ.പിയുടെയും മുതിർന്ന നേതാക്കൾ പോലും നിലവിലെ നേതൃത്വത്തിന്റെ തെറ്റായ തീരുമാനങ്ങളിൽ പ്രതികരിക്കാൻ ഭയക്കുന്നു, അല്ലെങ്കിൽ അതിന് കഴിയാത്ത അവസ്ഥയിലാണ്. പ്രവർത്തകർക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനോ പരിഹാരം കാണാനോ ഒരു സംവിധാനം ഇല്ലാത്തതാണ് ഈ ആത്മഹത്യകൾക്ക് കാരണം. ഇത് ജനാധിപത്യപരമായ പ്രവർത്തന രീതി അല്ലെന്നും അച്ചടക്കത്തിന്റെ പേരിൽ പ്രവർത്തകരുടെ അവകാശങ്ങളെ അടിച്ചമർത്തുകയാണെന്നും മുരളീധരൻ വിമർശിച്ചു.